പ്രിയപ്പെട്ടവരെ, വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ഷാഫി പറമ്പിൽ MP എന്ന നിലയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനം ഇന്ന് ചോദ്യോത്തരവേളയിൽ ഷാഫി പറമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നു. അതും പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ ഇടപെടൽ. ഈ വിമാന കമ്പനികളുടെ കൊള്ളയ്ക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ആഞ്ഞടിച്ചത്, തന്റെ ചോദ്യം ഉന്നയിച്ചത്. പ്രത്യേകിച്ചും സീസൺ സമയങ്ങളിൽ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഈ വിമാന കമ്പനികളെ നിലയ്ക്ക് നിർത്താൻ എന്താണ് പദ്ധതി, എന്താണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ളത്, വ്യോമയാന മന്ത്രാലയത്തിന്റെ കയ്യിലുള്ളത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. ആ ചോദ്യത്തിൽ ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട്, ഈ പ്രവാസികൾ എന്താ നാട് കടത്തപ്പെട്ടവരാണോ, അവരെ ആ നിലയ്ക്കാണോ നമ്മുടെ അധികൃതർ കൈകാര്യം ചെയ്യേണ്ടത്? വിമാന കമ്പനികൾ ആ നിലയ്ക്കല്ലേ അവരെ കൈകാര്യം ചെയ്യുന്നത്? സ്വന്തം മാതാപിതാക്കൾ മരിച്ചാൽ പോലും അവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാത്തവണ്ണമുള്ള കുത്തനെയുള്ള വിമാന നിരക്ക്, അതും ഇക്കോണമി ക്ലാസ്സിൽ 85,000 രൂപ വരെയാണ് പ്രവാസികൾക്ക് വിമാന ടിക്കറ്റ് നിരക്കായി കൊടുക്കേണ്ടി വരുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിശക്തമായി ഷാഫി പറമ്പിൽ ഉന്നയിച്ചു. ഷാഫി പറമ്പിലിന്റെ ലോക്സഭയിലെ പ്രകടനം കാണാം. ശ്രീ ഷഫി പരിമൽ 44 sir, question number 44 sir. You are an young minister. I know your answers will not be templates or copy paste. Sir, I know you will be having an intent to do something for our NRI communities. Sir, they are treated like people deported from the country by the airlines. At times the airline prices will be 5,000 or 6,000. For the same distance during the vacation, during the season, when they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. Sir, how can a 4-member family afford this? How can they come back? Sir, people at the time of their parents' death, they can't even come for their funeral, sir. It's a sad state of condition for our NRI party, sir. Something must happen. We must involve in, sir. They are not orphans. We have a government to question the airline companies treating them very bad. So I kindly request you involve in this to take some actions regarding this. കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചാരബു രാമോഹൻ നായിഡു ഈ ചോദ്യത്തെ അതീവ ഗൌരവത്തോടെയാണ് പരിഗണിച്ചത് എന്നതും ശ്രദ്ധേയമായി. അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ ആശങ്കകൾ ശരിവച്ചു. അത്തരത്തിൽ വിമാന കമ്പനികൾ ആ നിലയ്ക്കാണ് പെരുമാറുന്നത്. ഏതെങ്കിലും സ്പെസിഫിക് കേസുകൾ ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടിയാൽ, പ്രത്യേക കേസുകൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയാൽ വിമാന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും കസ്റ്റമർ ഈസ് ദ കിങ് എന്നതാണ് സർക്കാരിന്റെ പോളിസി. അതുകൊണ്ട് തന്നെ ഈ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് എപ്പോഴും കസ്റ്റമർമാരുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ഭാഗത്ത് തന്നെയാണ് കേന്ദ്ര സർക്കാർ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും വ്യോമയാന മന്ത്രി കൂട്ടിച്ചേർത്തു. Honorable member has raised a very important question, sir, and of course I sympathize with the issues that he has flagged. And regarding the rules that we have within the ministry, sir, this is a market-driven approach that the airlines use for deciding the airfares. In fact, after I took charge as the Minister for Civil Aviation, my immediate commitment to the people of this country was I want to make the air prices affordable. I didn't know what was going through it. I was not aware of the rules, but I gave a commitment to the people that we are going to make it affordable, sir. And from my ministry, I am ensuring that whatever process can be involved in trying to ensure that happens, sir, we are trying to do. പക്ഷേ ഷാഫി പറമ്പിൽ ഒരു ഉപചോദ്യം എന്ന നിലയിൽ വീണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. അത് ഒരു ഉന്നതാധികാര സമിതി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ച് ലോക്സഭയിൽ ആവശ്യപ്പെട്ട കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷിയായി. അതായത് വടകരയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ, ലക്ഷം കടന്ന ഭൂരിപക്ഷത്തോടെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഷാഫി പറമ്പിലിനെ വടകരയിലെ ജനങ്ങൾ അയച്ചത് വെറുതെ ആയില്ല. Sir, you talk about specific cases. Sir, this extreme exploitation has become a new normal for them. Sir, 1,10,000 crore is the remittance from NRI people a state like us receive. Sir, what we give them back? Sir, why can't we constitute a high-level committee to check into this, to hear out our people, to know the social and economic consequences, to enact a new law, to stop this exploitation? Why can't we formulate a high-level committee, sir? It is a suggestion being given by the honorable member, sir. We'll definitely look into it. പ്രവാസികളുടെ വിഷയങ്ങളിലടക്കം വളരെ ആധികാരികമായി തന്നെ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുന്നു എന്നത് പ്രത്യാശാവഹമായ കാര്യമാണ്. അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരൻ ലോക്സഭയിൽ, പാർലമെന്റിൽ
തന്റെ മിന്നുന്ന പ്രകടനം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ്.